കഴിഞ്ഞ വർഷത്തേക്കാൾ വ്യത്യാസമായിട്ട് ഇത്തവണ ഒട്ടേറെ പുതിയ സംഭവ വികാസങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ നമുക്കുള്ളത്. ഇതുപോലുള്ള കവാടങ്ങൾ നമുക്ക് വെച്ചിട്ടുണ്ട്. പല സ്ഥലത്തായിട്ടും നമുക്ക് ഇതുപോലെ കറങ്ങി നടക്കാനും ഫോട്ടോ ഷൂട്ട് ചെയ്യാനൊക്കെ ഒത്തിരി സംഭവങ്ങളെല്ലാം നമ്മുടെ ഇവിടെ കൊച്ചി ഒരുങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. ഇത്തവണത്തെ നമ്മുടെ വെളി ഗ്രൗണ്ടിൽ പപ്പാഞ്ഞിനെ കാണാൻ എന്താ ഭംഗിയെന്ന് നോക്കി. പഴയ ആരുടെയൊക്കെ ഒരു മുഖമില്ലേ, എനിക്ക് തോന്നുന്നുണ്ടോ ആരുടെയെങ്കിലും ഒരു മുഖം ഫീൽ ചെയ്യുന്നുണ്ടോ? നല്ല അടിപൊളി ലുക്കല്ലേ, നല്ല ലുക്കായിട്ടുള്ള. പക്ഷെ ഹൈറ്റ് ഇത്തിരി കുറവാണോ എന്നൊരു സംശയം കേട്ടോ. മാത്രമല്ല എനിക്ക് തോന്നുന്നത് 2024 2025 വരവേൽക്കാനായിട്ട് ഒട്ടേറെ ജനങ്ങൾ തിങ്ങി വരികയാണ്, ഇങ്ങോട്ട് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷത്തേക്കാളും പല മാറ്റങ്ങളാണ് നമ്മുടെ ഈ സ്ഥലത്തുള്ളത്. വെളി ഗ്രൗണ്ടിലാണ് ഇത്തവണത്തെ ആഘോഷം സംഘടിപ്പിച്ചിട്ടുള്ളത്. സാധാരണ പരേഡ് ഗ്രൗണ്ടിലും എല്ലാം ഉള്ള ഒരു സംഭവമുണ്ട്. ഇത്തവണത്തെ മൻമോഹൻ സിംഗിൻ്റെ നിര്യാണത്തെ തുടർന്ന് ഇതിൽ പരിപാടിയിൽ മാറ്റങ്ങൾ വന്നതുകൊണ്ട് തന്നെ വെളി ഗ്രൗണ്ടിൽ മാത്രമാണ് ഇത്തവണ പപ്പാഞ്ഞിയുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു മറ്റുള്ള സ്ഥലത്തെ ആൾക്കാരെല്ലാവരും കൂടി, അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലത്തെല്ലാം സ്പ്ലിറ്റായി പോകേണ്ടിയിരുന്ന ജനങ്ങളെല്ലാം നമ്മുടെ വെളി ഗ്രൗണ്ടിലേക്കാണ് ഇപ്പോൾ ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്.